الحمد لله رب العالمين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രബോധകരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസൂലുൽ ഹദീസ് എന്ന മഹത്തായ ഇൽമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉസൂലുൽ ഹദീസ്, മുസ്തലഹുൽ ഹദീസ്, ഇൽമുൽ ഹദീസി ദിറായതൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മഹത്തായ ശാസ്ത്രമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം പല ഉപകാരപ്രദമായ കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി. നാം പഠിക്കുവാൻ അവലംബിക്കുന്ന ഗ്രന്ഥം അൽ മൻദൂമത്തുൽ ബൈഖൂനിയ്യ എന്ന പ്രസിദ്ധമായ കവിതയാണ്. അൽ മൻദൂമ അർത്ഥം എന്താണ്? കാവ്യം, കവിത എന്നാണ്. അൽ ബൈഖൂനിയ എന്ന് പറഞ്ഞാൽ അല്ലാമ ബൈഖൂനി രചിച്ച, ചിട്ടപ്പെടുത്തിയ കവിത ആയതുകൊണ്ട് തന്നെ അൽ ബൈഖൂനിയ എന്ന പേര് വന്നു. 34 ബൈത്തുകൾ അടങ്ങുന്ന വളരെ ചെറിയൊരു കൃതിയാണ് അൽ ബൈഖൂനിയ. തുടക്കക്കാരായ പഠിതാക്കൾ പഠിക്കേണ്ട ഗ്രന്ഥമാണിത്. അതായത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉസൂലുൽ ഹദീസിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒന്ന് മനസ്സിലാക്കുവാനും അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുവാനും വേണ്ടിയുള്ള ഒരു പഠന രീതിയാണിത്. അഥവാ ഇതൊരു ആഴത്തിലുള്ള പഠനമല്ല, സാധാരണക്കാർക്ക് പോലും ഗ്രഹിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ക്ലാസ്സാണ്. അൽ മൻദൂമത്തുൽ ബൈഖൂനിയയ്ക്ക് പല ഷർഹുകളുമുണ്ട്. നാം തുടക്കക്കാർക്ക് പഠിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത ഷർഹാണ്, വിശദീകരണമാണ് അത്തഅലീഖാത്തു അൽ അസരിയ്യ, ഷർഹു അൽ മൻദൂമത്തുൽ ബൈഖൂനിയ്യ. അൽ ബൈഖൂനിയയുടെ ഒരു ചെറിയ വിശദീകരണമാണ് ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബി ഹഫീദ് റഹിമഹുല്ലാ, ഈ അടുത്ത് മരണപ്പെട്ട ഷെയ്ഖ് അൽബാനിയുടെ പ്രമുഖ ശിഷ്യന്മാരിൽ ഒരു വലിയ പണ്ഡിതനാണ് ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബി റഹിമഹുല്ലാ. അദ്ദേഹം നല്ല ചെറിയ പ്രായത്തിൽ, അഥവാ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥ രചന ആരംഭിക്കുന്നത് ഈ ഒരു ഗ്രന്ഥം, ഈ ഒരു ചെറിയ വിശദീകരണം എഴുതിക്കൊണ്ടാണ്. പക്ഷേ ഈ ഗ്രന്ഥം വായിക്കുന്നവർക്ക് മനസ്സിലാവും ഇദ്ദേഹത്തിൻ്റെ ഇൽമുൽ ഹദീസിലുള്ള ആഴം. കാരണം ഓരോ ചെറിയ വിഷയങ്ങൾ ആണെങ്കിൽ പോലും അത് റഫറൻസുകൾ ശരിക്കും ഉദ്ധരിച്ചുകൊണ്ട്, അതാണ് ആധികാരികമായ പഠനം എന്ന് പറഞ്ഞാൽ. അതായത് ഏതൊരു വിഷയം പഠിക്കുമ്പോൾ നമുക്ക് ഉസ്താദുമാർ പറയുക, ഉസ്താദ് എന്താ പറഞ്ഞത് പൂർണ്ണമായിട്ടും കേൾക്കുക, അത് മനസ്സിലാക്കുക. പക്ഷെ ആധികാരികമായ പഠനം എന്ന് പറഞ്ഞാൽ ഉസ്താദുമാരിൽ നിന്ന് നാം പഠിക്കുന്നതോടൊപ്പം തന്നെ ഈ പഠിക്കുന്ന ഓരോ വിഷയവും ആ ശാസ്ത്രത്തിൽ, ആ ഇൽമിൽ അറിയപ്പെട്ട അംഗീകൃതമായ ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള പഠനമാകുമ്പോഴോ അത് വളരെ ആധികാരികമാണ്. അതാണ് ശരിക്ക് പണ്ഡിതന്മാരെ വാർത്തെടുക്കാനുള്ള ഒരു രീതിയാണത്. ഓരോ വിഷയത്തിൽ നമുക്ക് ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പോൾ ഇൽമുൽ ഹദീസ് നമ്മൾ എത്ര കണ്ട് പഠിക്കുന്ന ആഴത്തിൽ അത്ര കണ്ട് നമ്മുടെ ഈമാന് വർദ്ധിക്കും. നമ്മൾ ഇൽമുൽ തഫ്സീറാകട്ടെ, ഇൽമുൽ ഹദീസ്, ഇപ്പോൾ ഇൽമുൽ ഹദീസ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം പറയാം. നാം എത്ര കണ്ട് ഈ വിഷയം ആഴത്തിൽ ആധികാരികമായി പഠിക്കുന്നോ അത്ര കണ്ട് നമ്മുടെ ഈമാന് വർദ്ധിക്കും എന്ന് പറയാനുള്ള കാരണം, ഈ ക്ലാസിൻ്റെ ആമുഖത്തിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് അവൻ്റെ ദീന് സംരക്ഷിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാകുന്ന രൂപത്തിലാണ് പണ്ഡിതന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്.
ഇതിൻ്റെ ഓരോ മൈന്യൂട്ടായ വിഷയങ്ങളിൽ പോലും പണ്ഡിതന്മാർ ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അത്രക്കും ഭദ്രമായ ഒരു ശാസ്ത്രമാണ് ഏത്? ഇൽമുൽ ഹദീസ്. കാരണം ഹദീസിൽ ഇനി ഒന്നും കടത്തിക്കൂട്ടാൻ ആർക്കും സാധിക്കാത്ത വിധത്തിൽ പണ്ഡിതന്മാർ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആല ഭദ്രമാക്കിയിട്ടുണ്ട്. ഈ ഒരു ശാസ്ത്രം, ഈ ഒരു ഇൽമ് പ്രത്യേകിച്ച് ഈ പുണ്യമണ്ണിൽ വെച്ച് പഠിക്കുക എന്നത് ശരിക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തത്തിമ്മുസ് സ്വാലിഹാത്ത് നഹ്മദുല്ലാഹ വ നശ്കുറുഹു അലാ ഹാദിഹി നിഅമത്തിൽ അദീമ. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് സംഘടിപ്പിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്കും സഹോദരികൾക്കും അള്ളാഹു തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതേപോലെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഈ ക്ലാസ് ശ്രവിക്കുന്ന ശ്രോതാക്കൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്തും ബറക്കത്തും ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ ബൈഖൂനിയ എന്ന പേര് വരാനുള്ള കാരണം എന്താണ്? അല്ലാമ ബൈഖൂനി എഴുതിയതുകൊണ്ട്. അല്ലാമ ബൈഖൂനിയുടെ പേര് എന്താണെന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഉമർ ഇബ്നു മുഹമ്മദ് ഇബ്നു ഫുതൂഹ് അൽ ബൈഖൂനി അദ്ദിമഷ്ഖി അശ്ശാഫിഈ. ഉമർ ഇബ്നു മുഹമ്മദ് ഇബ്നു ഫുതൂഹ് നാം പഠിച്ചതാണല്ലോ. അതായത് ഷെയ്ഖിൻ്റെ പേര് ഉമറാണോ താഹയാണോ എന്ന വിഷയത്തിൽ എന്തുണ്ട്? രണ്ട് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ വിഷയത്തിൽ നാം ആധികാരികമായ ഒരു രീതി പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഓർമ്മയുണ്ടോ ഈ വിഷയത്തിൽ? അതായത് ഷെയ്ഖ് ബൈഖൂനിയുടെ പേര് കൃത്യമാക്കുന്ന ഒരു വിഷയത്തിൽ നാം സ്വീകരിച്ച ഒരു മാനദണ്ഡം അല്ലെങ്കിൽ ഒരു രീതിശാസ്ത്രം. അതെ, ഒന്നും കൂടി വരാൻ ക്ലിയർ ആക്കുക. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് അത് പറയാം. അതായത് നമ്മൾ ഈ പഠനം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, തിയറി പഠിക്കുക, അതിൻ്റെ ഇൽമ് പഠിക്കുക, അതേപോലെ അതിൻ്റെ പ്രാക്ടിക്കൽ വശം നമ്മൾ ഉൾക്കൊള്ളുക, അതേപോലെ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടുള്ള പഠനമാണ് നാം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാകുമ്പോൾ അത് കൂടുതൽ എന്താണ് ഉപകാരപ്രദമാണ്. അതായത് നമ്മുടെ സഹോദരൻ ഉദ്ദേശിച്ചത് അല്ലാമ ബൈഖൂനിയുടെ കയ്യെഴുത്തുള്ള ഒരു പ്രതിയുണ്ട്, കയ്യെഴുത്ത് പ്രതി. ആ പ്രതിയിൽ, ആ ഒരു പതിപ്പിൽ എന്ത് വന്നിട്ടുണ്ട്? ഷെയ്ഖ് ബൈഖൂനിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതായത് അല്ലാമ ബൈഖൂനിയുടെ കയ്യെഴുത്ത് പ്രതിയിൽ ഷെയ്ഖ് ബൈഖൂനിയുടെ പേര് വന്നിട്ടുണ്ട്. അതിലാണ് ശരിക്ക് ഹുവ വസ്മുഹു ഷെയ്ഖ് ഉമർ ഇബ്നു ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു ഫുതൂഹ് അദ്ദിമഷ്ഖി അശ്ശാഫിഈ. ദമസ്കസുകാരനായ ഷാഫിഈ മദ്ഹബുകാരനായ ഉമർ ഇബ്നു മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത് ക്ലിയർ ആയല്ലോ. അതായത് ഇതൊരു നമ്മുടെ എന്താണ് ആധികാരികമായ ഒരു പ്രൂഫാണത്. ഏത്? ഷെയ്ഖിൻ്റെ പേര്. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയത്തിൽ നമുക്ക് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമുക്ക് ഏതാണ് ശരിയായ അഭിപ്രായം എന്ന് തിരഞ്ഞെടുക്കാനുള്ള ചില നിയമങ്ങളുണ്ട്. അതിനൊരു രീതിയാണിത്. ഏതെങ്കിലും ഒരു പണ്ഡിതൻ്റെ പേരിൻ്റെ വിഷയത്തിൽ അല്ലെങ്കിൽ ഗ്രന്ഥത്തിൻ്റെ പേരിൻ്റെ വിഷയത്തിൽ ഒരു പണ്ഡിതന് ഗ്രന്ഥം എഴുതി, ആ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? ആ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ടെന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിനെ കുറിച്ച് ആധികാരികമായ കയ്യെഴുത്ത് പ്രതികളിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കേണ്ടതുണ്ട്. ശരി, ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം, നാം ഇന്നത്തെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുകയാണ്. അതിന് മുമ്പ് ഒരു 3-4 പോയിന്റുകൾ, പ്രധാനപ്പെട്ട പോയിന്റുകൾ നാം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ അൽ ബൈഖൂനി എന്ന് പറയാനുള്ള കാരണം എന്താണ്? അൽ ബൈഖൂനിയയുടെ ഈ ഒരു കവിതയുടെ ഒരു അറിയപ്പെട്ട ഷർഹാണ് അദ്ദുററുൽ ബഹിയ്യ. അദ്ദുററുൽ ബഹിയ്യ ഫി ഷർഹിൽ മൻദൂമത്തിൽ ബൈഖൂനിയ. ഷെയ്ഖ് മുഹമ്മദ് ബദറുദ്ദീൻ അൽ ഹസനി, ഷെയ്ഖ് മുഹമ്മദ് ബദറുദ്ദീൻ അൽ ഹസനി റഹിമഹുല്ലാഹ് എഴുതിയ അദ്ദുററുൽ ബഹിയ്യ എന്ന ഷർഹിൽ പറയുന്നുണ്ട്, വറഅയ്തു ലിബഅദിഹിം അന്നഹ ഇലാ ബൈഖൂൻ ഖർയത്തുൻ ഫി ഇഖ്ലീമി അദ്റബീജാൻ ബിഖുർബിൽ അക്രാത്ത്. അദർബീജാൻ എന്ന സ്ഥലത്ത്
എന്ന രാജ്യത്ത് ഉള്ള ഒരു ഗ്രാമപ്രദേശമാണ് ബൈഖൂൻ. അദർബീജാൻ എന്ന സ്ഥലത്തുള്ള ഒരു ഗ്രാമമാണ് ഏത്? ബൈഖൂൻ. ആ ബൈഖൂണിലേക്ക് ചേർക്കപ്പെട്ടതുകൊണ്ടാണ് ശൈഖ് അൽ ബൈഖൂനി എന്ന് പറയാനുള്ള കാരണം. ഇതുപോലെ മദീനയിലേക്ക് ചേർക്കുമ്പം അൽ മദനി എന്ന് പറയും, മക്കയിലേക്ക് ചേർക്കുമ്പോൾ അൽ മക്കി എന്ന് പറയും. അതേപോലെ ബൈഖൂൻ എന്നത് ശരിക്ക് അദർബീജാനുള്ള ഒരു ഗ്രാമമാണ്. അദർബീജാൻ എന്നാണോ അദ്റബീജാൻ എന്നാണോ രണ്ട് ഉച്ചാരണവും അറബി ഭാഷയിലുണ്ട്. അറബിയിൽ, അതായത് മുമ്പ് സോവിയറ്റ് യൂണിയനിലുള്ള ഒരു രാജ്യമായിരുന്നു ഏത്? ഈ അദർബീജാൻ. പിന്നീട് അത് സ്വതന്ത്രമായ രാജ്യമായി മാറി. അർമീനിയ, അതേപോലെ തന്നെ ജോർജിയ, റഷ്യ, അതിനൊക്കെ അടുത്തുള്ള ഒരു രാജ്യമാണ് അദർബീജാൻ. അപ്പോൾ അദ്ദേഹം നോക്കൂ നിങ്ങൾ, യഥാർത്ഥത്തിൽ എന്തല്ല, അറബി വംശനായ ഒരു പണ്ഡിതനല്ല, മറിച്ച് ഇപ്പം ഇമാം ബുഖാരി, അങ്ങനെ ഇമാം മുസ്ലിം, അവരൊക്കെ ശരിക്കും നൈസാബൂരി, അതേപോലെ സമർക്കന്ദിലുള്ള പണ്ഡിതനാണ് ഇമാം ബുഖാരി. ഇമാം മുസ്ലിം നൈസാബൂരിയാണ്. നൈസാബൂർ എവിടെയാണ്? ഇറാനിൽ. കാരണം ഇറാൻ എന്ന് പറഞ്ഞാൽ ഹിജ്റ 10-ാം നൂറ്റാണ്ട് വരെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് പണ്ഡിതന്മാർ നിറഞ്ഞു നിൽക്കുന്ന സുന്നി രാഷ്ട്രമായിരുന്നു. 952-50 ശേഷമാണ് ശരിക്ക് സഫവി ഭരണകൂടം അതിനെ കീഴടക്കുകയും അങ്ങനെ പിന്നീട് ഷിയ രാഷ്ട്രമായി പ്രഖ്യാപിതമായത് ശരിക്ക് ഹിജ്റ 10-ാം നൂറ്റാണ്ടിലാണ്. നമ്മുടെ പ്രഗത്ഭരായ ഇമാമിയങ്ങൾ, എത്രയോ ഇമാമിയങ്ങൾ, അവർ ശരിക്ക് ഇറാനികളാണ്. അപ്പോൾ എന്താണ് പിന്നീട് എന്താണ് അത് വേറെ ഒരു ഷിയ രാഷ്ട്രമായി മാറി. കാരണം ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടിൽ മുമ്പേ ഇറാൻ എന്താണ് ഷിയ രാഷ്ട്രമാണെന്നാണ് വിചാരം. അങ്ങനെയല്ല. അപ്പോൾ ബൈഖൂനിയുടെ പേര് നമുക്ക് മനസ്സിലായി. അതേപോലെ അദ്ദേഹം ഏത് നാട്ടുകാരനാണെന്ന് നമുക്ക് മനസ്സിലായി. അദ്ദേഹം ഹിജ്റ 1080 മുമ്പ് തന്നെ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന, അതായത് ഹിജ്റ 11-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്. എന്ന് പറഞ്ഞാൽ എത്രയാണ്? 300 വർഷങ്ങൾക്ക് മുമ്പ്. ശരി, 1080 മുമ്പ് അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ ഷെയ്ഖ് രേഖപ്പെടുത്തിയത്. ഇനി നാം പഠിക്കാൻ പോകുന്നത് നമ്മുടെ ആദ്യത്തെ പാഠമാണ്. അതെ, അൽ മൻദൂമത്തുൽ ബൈഖൂനിയയുടെ ഈ കവിതയിലുള്ള ആദ്യത്തെ വരി എന്താണ്? അബ്ദഉ ബിൽ ഹംദി മുസല്ലിയൻ അലാ മുഹമ്മദിൻ ഖൈരി നബിയ്യിൻ ഉർസില വദീ മിൻ അഖ്സാമിൽ ഹദീസ് ഇദ്ദ വകുല്ലു വാഹിദിൻ അതാ വഹദ്ദ. നമുക്ക് ആദ്യമായി ഇതിൻ്റെ ബാഹ്യമായ അർത്ഥത്തിലേക്ക് പോകാം, എന്നിട്ട് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. അബ്ദഉ എന്ന് പറയുന്ന എന്താ അർത്ഥം? അബ്ദഉ, ഞാൻ ആരംഭിക്കുന്നു. ഈ പല വാക്കുകളും എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന പല വാക്കുകളും ഇതിലുണ്ട്. അബ്ദഉ, ഞാൻ ആരംഭിക്കുന്നു. ബിൽ ഹംദി, എന്താണ്? അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്. മുസല്ലിയൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ട്, അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. മനസ്സിലായില്ലേ? മുസല്ലിയൻ, ആരുടെ മേലെ സലാത്ത് ചൊല്ലിക്കൊണ്ട്? അലാ മുഹമ്മദിൻ, മുഹമ്മദ് നബിയുടെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. മുഹമ്മദ്, ആരാണ് ഈ മുഹമ്മദ്? ഖൈരി നബിയിൻ ഉർസില, അതായത് പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനായ, നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ ഖൈറായ, ശ്രേഷ്ഠനായ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. വദീ മിൻ അഖ്സാമിൽ ഹദീസ് ഇദ്ദ വകുല്ലു വാഹിദിൻ അതാ വഹദ്ദ. ഇത് ഹദീസ് നിദാന ശാസ്ത്രത്തിലുള്ള പല ഇനങ്ങളുമാകുന്നു. വകുല്ലു വാഹിദിൻ അതാ വഹദ്ദ, ഓരോന്നും അതിൻ്റെ നിർവചനത്തോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കിത് വിശദീകരിക്കാം. അബ്ദഉ ബിൽ ഹംദി മുസല്ലിയൻ അല. അല്ലാമ ബൈഖൂനി ആരംഭിക്കുന്നത് ഏതുകൊണ്ടാണ്? ഹംദ് കൊണ്ടാണ്. എന്നാൽ ശാരിഹ്യങ്ങൾ പറയുന്നു, ശർഹ് ചെയ്ത പണ്ഡിതന്മാർ പറയുന്നുണ്ട്,
അല്ലമ ഉജ്ഹൂരി പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, അദ്ദേഹം ശരിക്ക് ബസ്മല കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഇതിൻ്റെ കയ്യെഴുത്ത് പ്രതി അതിൽ തുടക്കത്തിൽ തന്നെ ഷെയ്ഖ് കൊടുക്കുന്നുണ്ട്. അതെ, ഇത് കണ്ടോ, ഇതാണ് കയ്യെഴുത്ത് പ്രതി. അതായത് ബൈഖൂനിയ എന്ന കവിതയുടെ കയ്യെഴുത്ത് പ്രതിയുടെ ഒരു കോപ്പിയാണ് ഇവിടെ. അപ്പോൾ ഇതിന് നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ ആരംഭം എന്താണ്? ഉണ്ടോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ അതുകൊണ്ട് തന്നെ ശാരിഹ്യങ്ങൾ പറയുന്നുണ്ട്, ഷെയ്ഖ് തുടങ്ങി വെച്ചത് എങ്ങനെയാണ്? ബിസ്മി കൊണ്ട്. എന്നാൽ കവിത തുടങ്ങുന്നത് എന്താണ്? ഹംദ് കൊണ്ടാണ്. മനസ്സിലായല്ലോ? അപ്പം ഇതിൽ ശരിക്ക്, അതായത് ഈ കവിതയുടെ യഥാർത്ഥ ആരംഭം ബസ്മല കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കത്തുകൾ അയക്കുമ്പോൾ എന്താണ് തുടങ്ങാറുള്ളത്? എന്തുകൊണ്ടാണ്? ബിസ്മി കൊണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സഹീഹുൽ ബുഖാരിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറഖൽ, റോമൻ ചക്രവർത്തിയായ ഹിറഖലിന് കത്തയച്ചപ്പോൾ എങ്ങനെ ആരംഭിച്ചത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ. സന്മാർഗം അവലംബിച്ച പിൻപറ്റിയവർക്ക് സലാമുണ്ട്, അല്ലാഹുവിന്റെ സമാധാനം സംരക്ഷണം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥന. സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ. അബ്ദഉ ബിൽ ഹംദി മുസല്ലിയൻ അലാ മുഹമ്മദ്. മുഹമ്മദ് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് ഹംദ് കൊണ്ട് ആരംഭിക്കുന്നു. എന്താണ് ഈ ഹംദ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ സ്തുതിക്കുക, അള്ളാഹുവിനെ സ്തുതിക്കുക. ഈ ഹംദും ശുക്രും തമ്മിലുള്ള പണ്ഡിതന്മാർ, ശുക്ർ എന്ന് പറഞ്ഞാൽ നന്ദി പറയുക, കൃതജ്ഞത കാണിക്കുക. ശുക്ർ പണ്ഡിതന്മാർ പറയുന്നു, അതായത് നമ്മുടെ സംസാരം കൊണ്ടും വാക്കാലും പ്രവർത്തിയാലും മനസ്സുകൊണ്ടും നമുക്ക് നന്ദി രേഖപ്പെടുത്താം. അതുകൊണ്ടാണ് ഖുർആനിൽ പറഞ്ഞത് ഇഅ്മലു ആല ദാവൂദ ശുക്ര. ഇബ്നു കസീർ തഫ്സീറിൽ പറയുന്നുണ്ട്, അതായത് ശുക്ർ അമല് കൊണ്ടും ആവാം. എന്നാൽ അൽഹംദുലില്ലാഹ് എന്നൊരാൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് പറയുകയാണ്, അതെന്താണ്? അൽഹംദാണ്. ഇപ്പോൾ ശുക്ർ യഥാർത്ഥ നന്ദിയാകണമെങ്കിൽ അത് നാവ് കൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ, അതോടൊപ്പം എന്ത് വേണം? പ്രവൃത്തി വേണം. അതേപോലെ നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ വിശ്വാസത്തിലൊക്കെ ആ ശുക്ർ വരണം. അബ്ദഉ ബിൽ ഹംദി മുസല്ലിയൻ അല. മുഹമ്മദ് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നതിൻ്റെ അർത്ഥമെന്താണ്? നമ്മളെപ്പോഴും കേൾക്കുന്ന അല്ലേ, സ്വലാത്ത് ചൊല്ലുക, നബിയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്നൊക്കെ. പ്രത്യേകിച്ച് ഏത് ദിവസം? വെള്ളിയാഴ്ച, യൗമുൽ ജുമുഅ, അക്സിർ മിനസ് സ്വലാത്തി അലൈ. അപ്പോൾ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നതിൻ്റെ വിവക്ഷ എന്താണ്? നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വേറെ ആർക്കെങ്കിലും ഉത്തരം പറയാനുണ്ടോ? നിങ്ങളോട് ചോദിക്കുകയാണ്, അതായത് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. അറബി പറയും, എന്താണ്? അതായത് സനാഉല്ലാഹി അലാ മുഹമ്മദിൻ ഫിൽ മലഇൽ അഅല. ഇതാണ് ഇതിൻ്റെ സലാത്തിൻ്റെ ശരിയായ വിവക്ഷ. പണ്ഡിതന്മാർ, നമ്മുടെ സലഫുകൾ പഠിപ്പിക്കുന്നുണ്ട്. അതായത് അള്ളാഹുവിൻ്റെ മഹാ സദസ്സിൽ വെച്ച്, മലായിക്കത്തുകളുടെ മുന്നിൽ വെച്ച് നബിയെ പുകഴ്ത്തുക. സനാഉഹു അലൈഹി ഫിൽ മലഇൽ അഅല. അള്ളാഹുവിൻ്റെ അത്യുന്നതമായ ആ മഹാ സദസ്സിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി പറയുക എന്നാണ് ശരിക്ക് ഇമാം അബുൽ ആലിയ പോലെയുള്ള നമ്മുടെ സലഫുകളിൽപ്പെട്ട പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചത്. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട് സഹീഹുൽ ബുഖാരിയിൽ. അബുൽ ആലിയ എന്ന താബിഈ പണ്ഡിതൻ, പ്രസിദ്ധനായ താബിഈ പണ്ഡിതൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പോലുള്ള നമ്മുടെ സലഫി പണ്ഡിതന്മാരും തിരഞ്ഞെടുത്ത അഭിപ്രായം ഇതാണ്. അതായത് കേവലം ഒരു പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് കാരണം പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു പ്രാർത്ഥിക്കുകയില്ലല്ലോ, നമ്മളാണ് പ്രാർത്ഥിക്കുന്നത് അല്ലേ? അപ്പം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേര് അള്ളാഹുവെ നീ സ്വലാത്ത് ചൊല്ലണമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നാണ്. അല്ലാഹുമ്മ സല്ലി
അല മുഹമ്മദ്. അള്ളാഹുവിനോടുള്ള അപേക്ഷയാണ്, അള്ളാഹുവെ നീ മുഹമ്മദ് നബിയുടെ പേരിൽ എന്ത് ചെയ്യണം? സ്വലാത്ത് ചൊല്ലണം. എന്താ അതിൻ്റെ അർത്ഥം? അള്ളാഹുവെ നീ നിൻ്റെ ആ മഹാ അൽ മല ഉൽ അഅല, തുന്നിതമായ മലയിൽ വെച്ച് നീ മുഹമ്മദ് നബിയുടെ പേരിൽ അഥവാ പുകഴ്ത്തണം. അതെന്താണ്? ഉന്നതമായ സ്ഥാനം അർഹനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രം അർഹമായ പല പദവികളുമുണ്ട്. അതിലേറ്റവും മഹത്തായ ഒരു പദവിയാണ് എന്ത്? അൽ വസീല, അല്ലേ? അതായത് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാൾക്ക് മാത്രം അർഹമായ മഹത്തായ പദവിയാണ് ഏത്? അൽ വസീല. അതാണ് നമ്മൾ ഓരോ ബാങ്കിന് ശേഷവും ഫദീലത്തും വസീലത്തും കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടദാസനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ ഉള്ള ആ പുകഴ്ത്തലാണ് ശരിക്ക് സനാ ആണ് ഏത്? ഈ സലാത്ത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം അതിനു വേണ്ടി നമ്മുടെ അപേക്ഷയാണ് ഏത്? അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. മനസ്സിലായില്ലേ? അതെ, അതായത് സലാത്തിന് പല സ്ഥിരപ്പെട്ട സീഗത്തുകളുമുണ്ട് എന്ന് പറഞ്ഞാൽ രീതികളുമുണ്ട്. അതിലേറ്റവും പണ്ഡിതന്മാർ പറയുന്നു ശ്രേഷ്ഠമായ സീഗ രൂപം എന്താണ്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ഇബ്രാഹിമിയ സലാത്ത് എന്ന് പറയും. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ആലി ഇബ്രാഹിമ ഇന്നക ഹമീദും മജീദ്. ഇമാം മുസ്ലിം വേറെ റിവായത്ത് സഹീഹ റിവായത്ത് ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. രണ്ടും സഹീഹാണ്. പറഞ്ഞു വരുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്വലാത്താണ് ഏറ്റവും മഹത്തായ രൂപം. മനസ്സിലായല്ലോ? ഇതാണ് ഏറ്റവും മഹത്തായ. എന്നാൽ നിർമ്മിതമായി ഇതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് പല ആൾക്കാരും പല വിഭാഗക്കാരും നിർമ്മിതമായ പല സ്വലാത്തുകളും, ഇപ്പം സ്വലാത്തു നാരിയ, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ പോയപ്പോൾ ഒരു ഏട് കണ്ട്, 300 എത്രയോ വക ഏട്. അപ്പോൾ ആ ഏടിൽ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഈ അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമിലത്തൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നാരിയ സലാത്തുണ്ടല്ലോ, അതിൽ അവസാനം കൊടുത്തിട്ടുണ്ട് റവാഹുൽ ഖുർത്തുബി ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ ഇത് ഒരിക്കലും ഒരു ഹദീസിലും സ്ഥിരപ്പെടാത്ത, ഇനി ദുർബലമായ ഹദീസിൽ പോലും വരാത്ത ഒരു രൂപമാണ് ഏത്? നാരിയ. അത് മാത്രം അതിൻ്റെ ആശയം തന്നെ ശരിക്ക് പല അപകടകരമായ രൂപത്തിലേക്കാണ് പോകുന്നത്. അത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും ഇവിടെ പറഞ്ഞു വരുന്നത്, നമുക്ക് സ്ഥിരപ്പെട്ട സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ വന്ന സ്ഥിരപ്പെട്ട റിപ്പോർട്ടുകൾ ഉണ്ടാവുമ്പോൾ ഒരിക്കലും നിർമ്മിതമായ ആൾക്കാരുണ്ടാക്കിയ ആ രൂപങ്ങളിലേക്ക് പോകാൻ പാടില്ല. മുസല്ലിയൻ അല മുഹമ്മദിൻ ഖൈരി നബിയിൻ ഉർസില. മുഹമ്മദ് നബി അസ്ലൻ്റെ പേരുകളിൽ ശ്രദ്ധേയമായ ഖുർആനിലും അതേപോലെ തൗറാത്തിലും വന്ന പേരാണ് ഏത്? മുഹമ്മദ്. എന്നാൽ അഹ്മദ് എന്ന പേരോ ഇഞ്ചീലിലും ഖുർആനിലും വന്നിട്ടുണ്ട്. ഖൈരി നബിയിൻ ഉർസില, അതായത് പ്രവാചകന്മാരിൽ ഏറ്റവും ഖൈറായ അഫ്ദലായ നബിയാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ എന്താണ് ഇവിടെ നബിയിൻ ഉർസില? അപ്പോൾ നമുക്ക് റസൂല് നബി എന്ന് രണ്ട് പ്രയോഗങ്ങളുണ്ട്, അല്ലേ? മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ പറയും പ്രവാചകൻ എന്ന് പറയും, ദൂതൻ എന്ന് പറയും. എന്താണ് ഇവ തമ്മിലുള്ള ശരിയായ വ്യത്യാസം? ആർക്കെങ്കിലും അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാം. ഇനിയിപ്പം ഉത്തരം പറഞ്ഞാൽ തെറ്റിപ്പോയി തന്നെ നമുക്ക് പഠിക്കേണ്ട ഒരു വേദിയാണ്. മനസ്സിലായില്ലേ? അതായത് റസൂലിന് കിതാബ് ഇറക്കിയിട്ടുണ്ട്. അതെ 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 അതായത് നബിയാണെങ്കിൽ മുമ്പുള്ള റസൂലുമാർക്ക് മുർസലീങ്ങൾക്ക് അവതരിച്ച കിതാബുകൾ ജനങ്ങൾക്ക് വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്ന പ്രവാചകനാണ് നബി. ഇതൊരു അഭിപ്രായമാണ്. അതേപോലെ ഒരു അഭിപ്രായമാണ് റസൂല് പുതിയ ശരീഅത്ത് കൊണ്ടുവന്ന പ്രവാചകനാണ് ആര്? റസൂല്. എന്നാൽ മുമ്പുള്ള റസൂലിൻ്റെ ശരീഅത്ത് അത് പുതുക്കുകയും അത് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണ്. ആ പുതിയ ശരീഅത്ത് കൊണ്ടുവരാത്ത പ്രവാചകനാണ് ആര്? നബി. ഇത് ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഇത് പ്രബലമായ അഭിപ്രായം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ കിതാബുൻ നുബുവാത്ത്, പ്രവാചകന്മാരുടെ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന വിഷയമാണിത് നുബുവാത്ത്. ഇബ്നു തൈമിയ്യക്ക് ഒരു ഗ്രന്ഥമാണിത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പ്രാമാണികമായി പറയുന്നു ശരിയായ അഭിപ്രായം എന്താണ്? അതായത്
റസൂൽ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്, നബിയാണ്. ആര്? റസൂൽ. അതായത് കുഫാറുകളിലേക്ക്, ധിക്കാരികളിലേക്ക് അവർ ആ റസൂലിനെ എന്താക്കും? കളവാക്കും. അപ്പം റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? അതായത് അവിശ്വാസികളിലേക്ക്, സത്യനിഷേധികളിലേക്ക്, ബഹുദൈവ വിശ്വാസികളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ അതാകുന്നു റസൂൽ. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ആദം നബി അലൈഹിസ്സലാം നബിയാണ്, പക്ഷേ എന്തല്ല? റസൂലല്ല. ആദ്യത്തെ റസൂൽ ആരാണ്? നൂഹ് നബി അലൈഹിസ്സലാമാണ്. ഇന്നക അൻത അവ്വലുർ റുസുലി ഇലാ അഹ്ലിൽ അർദ്. ഭൂമിയിലേക്ക്, ജനങ്ങളിലേക്ക് ആദ്യമായി നിയോഗിക്കപ്പെട്ട റസൂലാകുന്നു താങ്കൾ എന്ന് മഹ്ശറയിൽ വെച്ച് ജനങ്ങൾ ഷഫാഅത്തിന് വേണ്ടി, കാരണം സൂര്യൻ അടുത്തിരിക്കുകയാണ്, മഹാ ഉഷ്ണം, ചൂട്, ഇതൊക്കെ സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖദാ അഥവാ ഫസ്ലുൽ ഖദാ എന്ന് പറയും, അഥവാ ഈ വിചാരണ നടക്കുവാൻ വേണ്ടി ജനങ്ങൾ വേഗത്തിൽ നടക്കണം എന്നൊരു ആവശ്യപ്പെടൽ. അപ്പോൾ അതിനെന്ത് വേണം? ആര് ശുപാർശ പറയണം? പ്രവാചകന്മാർ. അപ്പോൾ അവിടെ ശരിക്ക് അതാണ് ശരിയായ ശുപാർശയുടെ രീതി. ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരെ സമീപിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറയും. ഇപ്പോൾ നടക്കുന്ന ശിർക്കിയ ശഫാഅത്ത് എന്താണ്? മരിച്ചുപോയ പ്രവാചകന്മാരെ വിളിക്കുന്നു, മരിച്ചുപോയ മഹത്തുക്കളെ സമീപിക്കുന്നു. അതുകൊണ്ടാണ് ഷിർക്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സഹീഹുൽ ബുഖാരിയിലേക്കുള്ള ഹദീസാണ്. ഏറ്റവും സുദീർഘമായ ഹദീസുകളിൽപ്പെട്ടതാണ് ഹദീസു ഷഫാഅ. ഹദീസു അഷ്ഷഫാഅ, അതായത് 3-4 പേജുകളുള്ള നീണ്ടു നിൽക്കുന്ന ദീർഘമായ ഹദീസാണ്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ജനങ്ങൾ ചൂട് സഹിക്ക വയ്യാതെ, അതായത് ദീർഘമായ നിൽപ്പാണല്ലോ. അപ്പോൾ ഷഫാഅത്ത് എന്താണ്? നടക്കണം. എങ്കിൽ മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണ ആരംഭിക്കുക. അപ്പോൾ അതിനുവേണ്ടി പ്രവാചകന്മാർ സമീപിക്കും. ആദ്യം സമീപിക്കുന്നതാണ് ആദം നബി അലൈഹിസ്സലാം. അങ്ങനെ ഓരോ പ്രവാചകന്മാരുടെ അടുക്കിലേക്കും പോകും. ഓരോ പ്രവാചകനും ഒഴികഴിവ് പറയും, എനിക്ക് സാധിക്കില്ല, നിങ്ങൾ അടുത്ത പ്രവാചകനിലേക്ക് പോകണം. നൂഹ് നബി അലൈഹിസ്സലാം അടുക്കിലേക്ക് വരുമ്പോൾ, യാ നൂഹ് ഇന്നക അൻത അവ്വലുർ റുസുലി ഇലാ അഹ്ലിൽ അർദ് എന്ന് ജനങ്ങൾ പറയും. എന്താണ്? ഓരോ പ്രവാചകനെ സമീപിക്കുമ്പോഴും ഓരോ പ്രവാചകൻ്റെയും സവിശേഷത പറയും. ആര്? ജനങ്ങൾ. നൂഹ് നബിയെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇന്നക അൻത അവ്വലുർ റുസുലി ഇലാ അഹ്ലിൽ അർദ്, താങ്കൾ ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെട്ട ആദ്യത്തെ റസൂലാകുന്നു. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ പ്രവാചകൻ നബി ആരാണ്? ആദം നബി അലൈഹിസ്സലാമാണ്, നമ്മുടെ ആദ്യ പിതാവ്. പക്ഷേ നൂഹ് നബി അലൈഹിസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാമും നൂഹ് നബി അലൈഹിസ്സലാം തമ്മിൽ എന്താണ്? 10 തലമുറകളുണ്ട്. 10 ഖുറൂൻ. അവരെല്ലാവരും വിശ്വാസികളായിരുന്നു, മുസ്ലിം തൗഹീദിലായിരുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, അതായത് കാന ബൈന ആദമ വ നൂഹിൻ 10 ഖുറൂൻ, 10 തലമുറകൾ, 10 നൂറ്റാണ്ടുകൾ. അതിനുശേഷം എന്ത് സംഭവിച്ചു? ശിർക്ക് സംഭവിച്ചു. എന്ത് സംഭവിച്ചു? ശിർക്ക് സംഭവിച്ചു. ശിർക്ക് സംഭവിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റവും ഗുരുതരമായ പാപമേറിയ മഹാതിന്മയാണ് ഏത്? ഷിർക്ക്. ഇന്ന ഷിർക ലദുൽമുൻ അദീം. നോക്കൂ നിങ്ങൾ, അതിന് മുമ്പ് ഇപ്പോൾ കൊലപാതകം നടന്നിട്ടുണ്ട് ഇല്ലേ? കാബീൽ ഹാബീലിനെ കൊന്നില്ലേ? കൊലപാതകം നടന്നില്ലേ? ഒരു റസൂലിനെ അള്ളാഹു അയച്ചോ? അപ്പോൾ സമുദായത്തിൽ പല തിന്മകളും നടന്നിട്ടുണ്ട്. പക്ഷേ റസൂലിനെ അയച്ചത് എപ്പോഴാണ്? ഷിർക്ക് സംഭവിച്ചത്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് സലഫി പണ്ഡിതന്മാരും പ്രബോധകരും എപ്പോഴും പറയുന്നത് എന്താണ്? പണ്ഡിതന്മാർ പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ട വിഷയം ഏതാണ്? തൗഹീദ്. ഷിർക്കാണ് നാം എതിർക്കേണ്ട ഏറ്റവും മഹാതിന്മ. ഇപ്പം നബി വസല്ലം മക്കി കാലഘട്ടത്തിൽ പ്രത്യേകിച്ച്, അതായത് ദഅവത്തിൻ്റെ ബഹുഭൂരിഭാഗം എവിടെയായിരുന്നു? മക്കത്തായിരുന്നു. 13 വർഷക്കാലം. ഈ മക്കത്ത് അവതീർണമായ സൂറത്തുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്താണ്? ഉലൂമുൽ ഖുർആനിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൗഹീദിനെ, അഖീദക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സൂറകളാണ്, ആയത്തുകളാണ് മക്കി സൂറകളിൽ കാര്യമായി. അതിനുശേഷമാണ്
അതായത് സമൂഹത്തിൽ നടക്കുന്ന വിഷയങ്ങൾ, മറ്റുള്ള രാഷ്ട്രീയ അതൊക്കെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഇസ്ലാമിൽ എന്തുണ്ട്? രാഷ്ട്രീയമുണ്ട്. അതേപോലെ തന്നെ സാമ്പത്തിക വിഷയം ഇസ്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. അതേപോലെ ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ്? നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസത്തിന് കളങ്കം സംഭവിച്ചു കഴിഞ്ഞാൽ, അതിന് കോട്ടം തട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്തല്ല, ഒമൻ യക്ഫുർ ബിൽ ഈമാനി, എന്താണ്? അതായത് ഈമാനിൽ വല്ലവനും അവിശ്വസിച്ച് കഴിഞ്ഞാൽ അവൻ്റെ സൽക്കർമ്മങ്ങൾ, അവൻ്റെ അമലുകളൊക്കെ എന്താണ്? നിഷ്ഫലമായി എന്നാണ് പറഞ്ഞു വരുന്നത്. റസൂൽ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അവിശ്വാസികളിലേക്ക്, സത്യനിഷേധികളിലേക്ക് നിയോഗിക്കപ്പെട്ട നബി. മനസ്സിലായല്ലോ? ഇനി വിശ്വാസികൾക്കിടയിൽ പ്രബോധനം നടത്തുന്ന പ്രവാചകൻ, വിശ്വാസികൾക്കിടയിൽ പ്രബോധനം നടത്തുന്ന പ്രവാചകൻ അവിശ്വാസികളിലേക്ക് നിയോഗിക്കപ്പെട്ടിട്ടില്ല. അതാകുന്നു ആര്? നബി. അപ്പോൾ ആദം നബി അലൈഹിസ്സലാം, അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രവാചകന്മാരുണ്ടായിരുന്ന സമുദായമായിരുന്നു ബനു ഇസ്രായേൽ. എത്രയോ പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അവരിൽ ബഹുഭൂരിഭാഗവും ആരായിരുന്നു? അമ്പിയാക്കളായിരുന്നു, മുർസലീങ്ങളല്ല. അപ്പോൾ എന്താണ്? ഇപ്പോൾ തൗറാത്തിൽ വന്ന പല ആദർശങ്ങൾ, പല വിഷയങ്ങളൊക്കെ വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കുക. മനസ്സിലായല്ലോ? ഇപ്പോൾ നാം നോക്കൂ, നിങ്ങൾ ഇപ്പോൾ മൂസ നബി അലൈഹി സ്വലാമിന് എന്തുണ്ട്? കിതാബുണ്ട്. അതേപോലെ ഈസ നബി അലൈഹി സ്വലാമിന് എന്തുണ്ട്? കിതാബുണ്ട്. പക്ഷേ ക്രിസ്ത്യാനികൾ പോലും ശരീഅത്ത് നിയമങ്ങളുടെ വിഷയത്തിൽ ഏതിലേക്ക് മടങ്ങാനാണ് കൽപ്പിക്കപ്പെട്ടത്? തൗറാത്തിലേക്ക്, അതായത് ഖുർആനിലേക്ക് വരുന്നതിന് മുമ്പ്. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ അതിൻ്റെ കാരണം? കാര്യമായി ഇഞ്ചീലിൽ എന്തായിരുന്നു? ഉപദേശങ്ങളായിരുന്നു, ഉപദേശങ്ങളായിരുന്നു, നസീഹത്തുകളായിരുന്നു, മവാഇദായിരുന്നു. എന്നാൽ വിധിവിലക്കുകളുടെ വിഷയത്തിൽ, ശരീഅത്ത് നിയമങ്ങളുടെ വിഷയത്തിൽ തൗറാത്തിലേക്ക് മടങ്ങണമെന്നാണ്. പക്ഷേ ഈസ നബി അലൈഹി സ്വലാമിനെ റസൂൽ ആക്കിയത് എന്താണ്? അതായത് ബനൂ ഇസ്രായേലിൽ വീണ്ടും ഷിർക്കും കുഫ്റുമൊക്കെ സംഭവിച്ചപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ആരെ നിയോഗിച്ചു? ഈസ നബി അലൈഹി സ്വലാമിനെ നിയോഗിച്ചു. അതിനുശേഷം വീണ്ടും ജനങ്ങളിൽ ഷിർക്ക് സംഭവിച്ചു. അത് ഏറ്റവും ഷിർക്കിൻ്റെ മവാഹിർ, അതിൻ്റെ കാഴ്ചകളൊക്കെ ഉള്ള ഒരു രാജ്യമായിരുന്നു ഇത്, അറേബ്യൻ രാജ്യം. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലോക ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ, അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചു. മുസല്ലിയൻ അലാ മുഹമ്മദിൻ ഖൈരി നബിയ്യിൻ ഉർസില വദീ മിൻ അഖ്സാമിൽ ഹദീസ് ഇദ്ദ. എന്താ വദീ എന്ന് പറഞ്ഞാൽ? ഇത് ഹാദിഹി എന്ന വാക്കുണ്ടല്ലോ, അതിൻ്റെ അർത്ഥമാണ് വദീ. മിൻ അഖ്സാമിൽ ഹദീസ് ഇദ്ദ. എന്താ ഇദ്ദ എന്ന് പറഞ്ഞാൽ അർത്ഥം? അതായത് ഒരു കൂട്ടം, ഒരു സംഘം എന്നാണ് ഇദ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം. ഇദ്ദ എന്ന വാക്കിന് പല അർത്ഥങ്ങളുമുണ്ട്. ഇപ്പോൾ ഇദ്ദത്ത് എന്ന വാക്കിൻ്റെ ഒരു അർത്ഥമാണ് നമുക്കറിയാം, അതായത് വിവാഹം മോചിതമായ സ്ത്രീ, അതേപോലെ തന്നെ ഭർത്താവ് മരിച്ച സ്ത്രീകൾ, അവർ കാത്തിരിക്കുന്ന ആ സമയം, ആ കാലയളവിന് എന്ത് പറയും? ഇദ്ദത്തിരിക്കുക എന്ന് പറയില്ലേ? അപ്പോൾ ഇവിടെ എന്താ അർത്ഥം? ഇദ്ദ എന്ന് പറഞ്ഞാൽ കൂട്ടം, സംഘം, വിഭാഗം. അതായത് ഒരു കൂട്ടം. ഹദീസ് ശാസ്ത്രത്തിലെ, ഇതാണ് ശാസ്ത്രത്തിലെ അക്സാമാകുന്നു ഇവ. എന്താ അക്സാം എന്ന് പറഞ്ഞാൽ? ഇനങ്ങളാകുന്നു. ഏത്? ഈ മൻദൂമയിൽ, ഈ കവിതയിൽ ക്രോഡീകരിക്കപ്പെട്ട വിഷയങ്ങളൊക്കെ ഹദീസിൻ്റെ ശാസ്ത്രത്തിലെ ഒരു കൂട്ടം എന്താണ്? ഇനങ്ങളാകുന്നു. വകുല്ലു വാഹിദിൻ അതാ വഹദ്ദ. ഓരോന്നുണ്ട്. വകുല്ലു വാഹിദിൻ, ഓരോന്നും. അതാ വന്നിട്ടുണ്ട്. എതിൽ വന്നിട്ടുണ്ട്? ഇവിടെ വന്നിട്ടുണ്ട്. വഹദ്ദ, എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ നിർവചനത്തോടൊപ്പം. ഇവിടെയൊക്കെ ശരിക്കും ഓരോ അർത്ഥം നാം സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ അതൊക്കെ ഗ്രാമറിൻ്റെ അടിസ്ഥാനത്തിലുള്ള അർത്ഥങ്ങളാകുന്നു. അതുകൊണ്ടാണ് അറബി ഭാഷ നമുക്ക് വളരെ കൃത്യമായി നമുക്ക് പഠിക്കണമെങ്കിൽ എന്ത് വേണം? നഹ്വ് അറിയണം,
നഹ്വ് നിർബന്ധമായും എത്ര കണ്ട് നഹ്വിൽ, നഹ്വ് എന്ന് പറഞ്ഞ അർത്ഥം വന്ന് അറബിക്ക് ഗ്രാമർ, വ്യാകരണം, ഭാഷാ നിയമങ്ങൾ. അപ്പോൾ നഹ്വിൽ എത്ര കണ്ട് നമുക്ക് ആഴത്തിൽ നമുക്ക് അറിവുണ്ടോ അത്ര കണ്ട് നമുക്ക് ഖുർആൻ മനസ്സിലാക്കാൻ പറ്റും, ഹദീസ് മനസ്സിലാക്കാൻ പറ്റും, പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. നോക്കൂ നിങ്ങൾ, വദീ മിൻ അഖ്സാമിൽ ഹദീസ് ഇദ്ദ. ശരിക്കതിൻ്റെ ശരിയായ ആ സെൻറ്റൻസിൻ്റെ രൂപം എന്താണ്? ഈ വാചകത്തിൻ്റെ വദീ ഇദ്ദത്തുൻ മിൻ അഖ്സാമിൽ ഹദീസ് എന്നാണ്. വദീ ഇദ്ദത്തുൻ മിൻ അഖ്സാമിൽ ഹദീസ്. അതായത് ഇത് ഹദീസ് ശാസ്ത്രത്തിൽ എന്താണ്? ഒരു കൂട്ടം ഇനങ്ങളാകുന്നു. എന്താണ്? ഹദീസ് ദഈഫ്, സഹീഹ്, ഹസന്, ഇങ്ങനെയുള്ള ഇനങ്ങളുമായി ബന്ധപ്പെട്ട കുറേ ശാഖകളുണ്ട്. അതൊക്കെ പഠിപ്പിക്കുന്ന ഒരു കൊച്ചു കൃതിയാണ് ഏത്? അൽ ബൈഖൂനിയ്യ. വകുല്ലു വാഹിദിൻ അതാ വഹദ്ദ. എങ്ങനെയാണ് ഓരോന്നും അതിൻ്റെ നിർവചനത്തോടൊപ്പം വന്നിട്ടുണ്ട്? എങ്ങനെ ഈ ഒപ്പം എന്ന അർത്ഥം കിട്ടിയത്? സുബ്ഹാനല്ലാഹ്. ഈ വാവിനെയാണ് വാവുൽ മഇയ്യ എന്ന് പറയുക. വാവുൽ മഇയ്യ. ഹദ്ദ എന്നത് ശരിക്കും മഫ്ഊലു മഅഹു എന്ന് പറയും. ഈ വാവുൽ മഇയ്യ എന്ന് പറഞ്ഞാൽ മഅ എന്ന അർത്ഥമാണ് അതിനുള്ളത്. എന്താ മഅ എന്ന് പറഞ്ഞാൽ? ഒപ്പം, കൂടെ. അപ്പോൾ ഓരോന്നും അതിൻ്റെ നിർവചനത്തോട് കൂടി ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നോക്കൂ നിങ്ങൾ, എത്രമാത്രം ശരിയാണ്. അപ്പോൾ ഷെയ്ഖ് ആദ്യം ഉദ്ധരിക്കുന്ന എന്താണ്? അവ്വലുഹ സഹീഹു. കണ്ടില്ലേ നിങ്ങൾ? ആദ്യത്തെ ഇനം എന്താണ്? സഹീഹാണ്. സഹീഹ് എന്ന ഇനം മിൻ അഖ്സാമിൽ ഹദീസ് പെട്ടതാണ്, ഇനങ്ങളിൽപ്പെട്ടതാണ്. അതിൻ്റെ തഅരീഫ്, നിർവചനം ഉദ്ധരിക്കുന്നുണ്ട്. വഹുവ മത്തസൽ ഇസ്നാദുഹു. മുത്തസിലായ, കണക്റ്റഡായ, പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഇസ്നാദുള്ള, പരമ്പരയുള്ള ഹദീസാകുന്നു സഹീഹായ ഹദീസ്. കണ്ടോ? ഇനങ്ങൾ ഉദ്ധരിക്കുന്നു, ആ ഇനങ്ങളുടെ അർത്ഥവും അഥവാ നിർവചനവും അതിൻ്റെ കൂടെ ഉദ്ധരിക്കുന്നുണ്ട്. വദീ മിൻ അഖ്സാമിൽ ഹദീസ് ഇദ്ദ വകുല്ലു വാഹിദിൻ അതാ വഹദ്ദ. ഇവിടെ മിൻ അഖ്സാമി വായിക്കുമ്പോൾ നാം ശ്രദ്ധിക്കണം. മിൻ അഖ്സാമി എന്നാണ് ശരിക്കും വേണ്ടത്. പക്ഷെ കവിതയുടെ ആ ഒരു അതിൻ്റെ പ്രാസം, അതിൻ്റെ വസ്ന് ശരിയാകണമെങ്കിൽ എങ്ങനെ വായിക്കേണ്ടത്? മിന, മിൻ അഖ്സാമി. ഇതിനാണ് അറബി ഭാഷയിൽ നഖ്ൽ എന്ന് പറയുക. ഖിറാഅത്ത് പഠിച്ചവർക്ക് മനസ്സിലാവും. നഖ്ലു ഹറക്കത്തിൽ ഹംസത്തി ഇല സാകിനി ഖബ്ലഹ. ഇമാം മുർസിന്റെ റിവായത്ത് പ്രകാരം ഇപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. നോക്കൂ നിങ്ങൾ, ഖദ് ദാലിന് മേളുന്നുണ്ട്, സുക്കൂനുണ്ട്, അതിനുശേഷം എന്തുണ്ട്? ഹംസയുണ്ട്. ഈ ഹംസന്റെ ഫത്ഹ ദാലിലേക്ക് മാറ്റുന്നതിനാണ് നഖ്ൽ എന്ന് പറയാം. ഇമാം മുർസിന്റെ റിവായത്ത് പ്രകാരം എങ്ങനെ വായിക്കേണ്ടത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നല്ല, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ഖദ് അഫ്ലഹ. നിങ്ങൾ നോക്കൂ, നിങ്ങൾ മദീനയിൽ ഇമാം വർഷിന്റെ മുസ്ഹഫ് അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ കാണാൻ പറ്റും നൂനിന്റെ മേലെ ഫത്ഹ. മനസ്സിലായില്ലേ? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. അവിടെ അൽ മുഅ്മിനൂൻ വായിക്കരുത്. കാരണം സുക്കൂനുള്ള ഹംസ തുടക്കത്തിൽ വരികയാണെങ്കിൽ അവിടെ എന്താണ്? ഇബ്ദാൽ ചെയ്യണമെന്നാണ്, അതായത് വാവാക്കി മാറ്റണമെന്നാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ الذين هم في صلاتهم خاشعون. ഇമാം മുർസിന്റെ റിവായത്ത് പ്രകാരം സ്വലാത്തിഹിം, അവിടെ സ്വലാത്തിഹിം എന്ന് പറയാൻ പാടില്ല, സ്വലാത്തിഹിം പറഞ്ഞു വരുന്നത്. അതേപോലെ ഒരു നഖ്ലാണ് ഇവിടെ. വദീ മിൻ അഖ്സാമിൽ ഹദീസ് ഇദ്ദ. അല്ലാമ മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ അഹ്ദൽ അദ്ദേഹത്തിന്റെ ബൈഖൂനിയുടെ ഹവാഷിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബിനഖ്ലി ഫത്ഹത്തിൽ ഹംസത്തി ഇല നൂനി ബഅദ സൽബി മാ കാന ബിഹാ മിന സുകൂൻ. നഖ്ൽ കൊണ്ടാണ് ഇത് ഉച്ചരിക്കേണ്ടതെന്ന് ഈ ഇടയ്ക്കിടയ്ക്ക് നാം ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്നത്. അതായത് പഠിതാക്കൾക്ക്, പ്രത്യേകിച്ച് കൂടുതൽ വിഷയങ്ങളൊക്കെ മനസ്സിലാക്കിയ പല പഠിതാക്കളും പല വിഭാഗക്കാരും ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ. അവർക്കൊക്കെ കൂടുതൽ ഉപകാരപ്പെടുവാൻ വേണ്ടി ഇടയ്ക്ക് നാം ചില ഗ്രന്ഥങ്ങളുടെ പേര് ഉദ്ധരിക്കും. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ അഹ്ദൽ, അദ്ദേഹം യമനി പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമാണ് ബൈഖൂനിയക്ക് നൽകിയ ചില ഹവാഷി, അതായത് വിശദീകരണങ്ങൾ. അത് അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. വദീ മിൻ അഖ്സാമിൽ ഹദീസ് ഇദ്ദ വകുല്ലു വാഹിദിൻ അതാ വഹദ്ദ. അല്ലമ ഉജ്ഹൂരി പറഞ്ഞു, അതായത് ഇദ്ദ എന്ന് പറഞ്ഞാൽ ബിൽ കസ്രി, കസ്ർ കൊണ്ടാണ് ഉച്ചരിക്കേണ്ടത്. അൽ ജമാഅത്തു മിനശ് ശൈഇ, ഒരു കൂട്ടം കാര്യങ്ങൾക്കാണ് എന്ത് പറയുക? ഇദ്ദ എന്ന പേര്. അതിൻ്റെ അർത്ഥം അങ്ങനെയാണ്. കമാ ഫി സ്വഹാഹ്,
സഹാഹ എന്ന നിഘണ്ടുവിൽ വന്നതുപോലെ. ഇനി ഷെയ്ഖ് പറഞ്ഞ് നമുക്ക് വായിക്കാം. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് നോക്കൂ നിങ്ങൾ. മുകളിൽ എന്താ ഉള്ളത്? ആദ്യത്തെ 2 വരികൾ ആരുടെ വരികളാണ്? ബൈഖൂനിയുടെ. തൊട്ട് താഴെയുള്ള ചെറിയ എന്താണ് വിശദീകരണങ്ങളുണ്ട്, ഈ ഫുട് നോട്ട് പോലെ. അത് ആരുതാണ്? ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബിയുടേതാണ്. മനസ്സിലായില്ലേ? ആ ഷെയ്ഖ് അലി ഹസൻ ഹലബിയുടെ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കിതാബിൻ്റെ പേരെന്താണ്? അത്തഅലീഖാത്തുൽ അസരിയ്യ അലൽ മൻദൂമത്തിൽ ബൈഖൂനിയ്യ. ബൈഖൂനിയയുടെ വിശദീകരണമായ ഷെയ്ഖ് അലി ഹസൻ എഴുതിയ ഗ്രന്ഥമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ് വായിക്കുന്ന പുസ്തകത്തിൻ്റെ പേര് ആദ്യം പഠിക്കണം. അത്തഅലീഖാത്തുൽ അസരിയ്യ അൽ മൻദൂമത്തി അൽ ബൈഖൂനിയ്യ. ഒരിക്കൽ ഞാൻ ഓർക്കുകയാണ്, അതായത് യൂണിവേഴ്സിറ്റിയിൽ തുടക്കക്കാരായ വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി തുടക്കത്തിൽ ഉള്ള വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു കൊടുത്ത് അങ്ങനെ അതിന് സെമസ്റ്ററിൻ്റെ അവസാനം പരീക്ഷയാണ്, എക്സാമാണ്. അപ്പോൾ എക്സാമിന് ഫസ്റ്റ് ചോദ്യം എന്താണ്? നിങ്ങൾ പഠിച്ചു പഠിക്കുന്ന പുസ്തകത്തിൻ്റെ പേരെന്താണ്? പല കുട്ടികൾക്കും പേര് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം നമ്മളെന്താണ് ആദ്യം നമ്മളൊരു വീട്ടിൽ പ്രവേശിക്കുമ്പോൾ ആരുടെ വീടാണ് നമ്മൾ ചോദിക്കൂലേ? ഇത് ആരുടെ വീടാണ്, എവിടെയാണ് അതിൻ്റെ ലൊക്കേഷൻ? അതേപോലെ നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു കൃത്യമായൊരു ബോധം നമുക്ക് വേണ്ടതാണ്. ഷെയ്ഖ് പറയുന്നു, അൽ ഹദീസു ഹുവ മാ വറദ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ ഖൗലിൻ ഔ ഫിഅലിൻ ഔ തഖ്രീരിൻ ഔ സിഫത്തിൻ. എന്താണ്? അതായത് വദീ മിൻ അഖ്സാമിൽ ഹദീഫി, ഹദീഫിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാകുന്നു ഇവ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണ് ഈ ഹദീഫിൻ്റെ അർത്ഥം? അതായത് നബിയിൽ നിന്ന് വന്ന വചനങ്ങൾ, ഖൗല് അല്ലെങ്കിൽ ഫിഅൽ, എന്താണ് പ്രവൃത്തികൾ, ഔ തഖ്രീർ അംഗീകരിക്കൽ. നബി വസല്ലം ഒരു കാര്യത്തെ അംഗീകരിച്ചാൽ എന്തായി? അത് ഹദീസാണ്. ഔ സിഫത്തിൻ, അതായത് നബിയുടെ വിശേഷണം, ഗുണവിശേഷണങ്ങൾ. നബി വസല്ലമിൻ്റെ വലുപ്പം ഇങ്ങനെയായിരുന്നു, നബി വസല്ലം സ്വഭാവം ഇങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? അതിനാണ് സിഫത്ത് എന്ന് പറയും. ഇതൊക്കെ എന്താണ്? ഹദീസാണ്. വദീ മിൻ അഖ്സാമിൽ ഹദീസ് ഇദ്ദ വകുല്ലു വാഹിദിൻ അതാ വഹദ്ദ. ഷെയ്ഖ് പറയുന്നു വഹദ്ദ. എന്താ അതിൻ്റെ അർത്ഥം? ബിതശ്ദീദി ദാൽ, ദാലിന് ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് വഹദ്ദ ഇങ്ങനെ വായിക്കേണ്ടത്. മിനൽ ഹദ്, ഹദ് എന്ന വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. എന്താണ് ഹദ് എന്ന് പറഞ്ഞാൽ? ഐ, അതായത്, ഐ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? അതായത് അത്തഅരീഫ് വത്തൗദീഹ് വൽബയാൻ. എന്താണ്? നിർവചനം, തഅരീഫ്, ഡെഫിനിഷൻ, എന്താണ് അതിൻ്റെ അർത്ഥം? തഅരീഫാണ്. ഹദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? തഅരീഫാകുന്നു, നിർവചനം. വത്തൗദീഹ്, വിശദീകരണം. വൽബയാൻ, വ്യക്തമാക്കുക. അപ്പോൾ ഓരോ ഇനത്തിൻ്റെയും നിർവചനം ഇവിടെ ഷെയ്ഖ് ബൈഖൂനി കൊടുത്തിട്ടുണ്ടെന്നർത്ഥം. അപ്പോൾ ഈ 2 വരികൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇനി ഒരു വരിയും കൂടി നമ്മൾ പറഞ്ഞ് നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വരികളൊക്കെ നാം അടുത്ത ക്ലാസ്സുകളിലൂടെ പഠിക്കുന്നതാണ്. അവ്വലുഹ സഹീഹു, ഈ ഇനങ്ങളിൽ, ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ ഇനങ്ങളാകുന്നു ഇവ. ഈ ഇനങ്ങളിൽ ഒന്നാമത്തെ ഇനം ഷെയ്ഖ് ഉദ്ധരിക്കുന്നത് എന്താണ്? അസ്സഹീഹ്, സഹീഹായ ഹദീസ്. വഹുവ, അതാകുന്നു. അതിൻ്റെ നിർവചനം എന്താണ്? വഹുവ മത്തസൽ. ഇവിടെ നാം വായിക്കുമ്പോൾ ഹാഇന് സുക്കൂന് കൊടുക്കണം, ഹാഇന് സുക്കൂന് കൊടുക്കണം. എങ്ങനെ വായിക്കേണ്ടത്? അവ്വലുഹ സഹീഹു വഹ്വ മത്തസൽ. വഹുവ എന്ന ശരിയാണ്, പക്ഷെ ഇവിടെ നാം വായിക്കുമ്പോൾ എന്താണ്? അതിൻ്റെ ആ ഒരു ബാലൻസ് ശരിയാകണമെങ്കിൽ എന്ത് വേണം? സുക്കൂന് കൊടുക്കണം. അത് ശരിക്ക് നമ്മുടെ 10 ഖിറാഅത്തുകളിലും വന്നിട്ടുണ്ട് ശരിക്ക്. ഇമാം ഖാലൂന്, ഇമാം അബു അംർ അൽ ബസ്രി, അൽ കിസായി ഓതിയത് പ്രകാരം, ഖിറാഅത്ത് പ്രകാരം എന്താണ്? വഹുവസ് സമീഉൽ ബസീർ. വഹുവസ് സമീഉൽ ബസീർ എന്നല്ല, ഇങ്ങനെ വഹുവസ് സമീഉ. നമ്മുടെ റിവായത്ത് പ്രകാരമോ വഹുവ, ഹാഇന് ശരിക്കും എന്ത് കൊടുക്കണം? ബമ്മ കൊടുക്കണം. അവ്വലുഹ സഹീഹു വഹുവ മത്തസൽ ഇസ്നാദുഹു വലം യശുദ്ദ ഔ യുഅൽ. വലം യശുദ്ദ ഔ യുഅൽ. അപ്പോൾ ആദ്യത്തെ എന്താണ്? സഹീഹാകുന്നു. എന്താ സഹീഹ് നിർവചനം എന്താണ്? വഹുവ മത്തസൽ, അതായത് പരസ്പരം ചേർന്നതാകുന്നു, അതായത് കണ്ണി മുറിയാതെ
ചേർന്ന പരമ്പരക്കാണ് എന്ത് പറയുക, മുത്തസിൽ എന്ന് പറയുക. ഇത്തസൽ എന്ന ശരിക്കും അതിൻ്റെ ക്രിയയാണ്. എന്താണ്? ചേർന്ന് നിൽക്കുന്നു, കണക്റ്റഡ് ആണ്. ഇസ്നാദുഹു അതിൻ്റെ പരമ്പര. ഏതിൻ്റെ പരമ്പര? ഈ സഹീഹായ ഹദീസിൻ്റെ പരമ്പര കണ്ണിമുറിയാത്ത ചേർന്ന് നിൽക്കുന്നതാണ്. ഇസ്നാദുഹു വലം യശുദ്ദ ഔ യുഅൽ, അഥവാ ആ ഹദീസിൻ്റെ പരമ്പര ഷാദല്ല, യശുദ്ദ ആയിട്ടില്ല. ഔ യുഅൽ, അറബി ഭാഷയിൽ യശുദ് യശിദ് എന്ന് രണ്ട് ഉച്ചാരണമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പഠിതാക്കൾ അറബി ഭാഷയിൽ അവർക്ക് ഉപയോഗപ്പെടുത്തേണ്ട രണ്ട് നിഘണ്ടുകളുടെ പേര് പറയുകയാണ് സാന്ദർഭികമായിട്ട്. ഒന്ന് മുഖ്താറുസ് സിഹാഹ്, രണ്ട് അൽ മിസ്ബാഹുൽ മുനീർ. അറബി ഭാഷയിൽ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമുക്ക് അതിൻ്റെ ശരിയായ ഉച്ചാരണം ഹറക്കത്ത് പഠിക്കണമെങ്കിൽ എന്ത് ഉപയോഗപ്പെടുത്തണം? നിഘണ്ടു. അതിനാണ് അൽ മുഅ്ജം എന്ന് പറയും അറബിയിൽ. ഡിക്ഷണറിയുടെ ആ വാക്കുന്നപ്പം കാമൂസ്, അൽ കാമൂസ് എന്ന് ശരിക്ക് അതിൻ്റെ ശരിക്കുള്ള പഴയ കാലത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അൽ മുഅ്ജം എന്ന് പറയും. മുഅ്ജമിന് പല അർത്ഥമുണ്ട്. ഒരു അർത്ഥമാണ് ഇൻഡെക്സ് അടക്കണം. അതേപോലെ ഡിക്ഷണറി. മുഖ്താറുസ് സിഹാഹ് മുഹമ്മദ് ബിൻ അബൂബക്കർ റാസി എന്ന പണ്ഡിതൻ എഴുതിയതാണ്. ഹിജ്റ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതനാണ്. അൽ മിസ്ബാഹുൽ മുനീർ അല്ലാമ ഫയ്യൂമി എഴുതിയ ഗ്രന്ഥമാണ് അൽ മിസ്ബാഹുൽ മുനീർ ഫി ഗരീബി ശർഹിൽ കബീർ. വളരെ അതിശയകരമായ സുബ്ഹാനല്ലാഹ് നിഘണ്ടുകളാണ്. അതായത് വളരെ ഓരോ വാക്കും അതിൻ്റെ ആൽഫബറ്റിക് ഓർഡർ അനുസരിച്ച്, ക്രമമനുസരിച്ച് ഓരോ വാക്കും അതിൻ്റെ അർത്ഥവും ഉച്ചാരണവും പഠിപ്പിക്കും. ഒരു ഒറ്റ ഉദാഹരണം, നമുക്ക് സമയമില്ല കൂടുതൽ വിശദീകരിക്കുക. ഒരു ഉദാഹരണം പറയുകയാണ് സാന്ദർഭികമായിട്ട്. ഇപ്പം ഒരു കാര്യം ബാത്തിലായി എന്ന അറബി പറയുക എങ്ങനെയാണ്? ബത്തല. അതേപോലെ ബാത്തുല എന്ന ഉച്ചാരണമുണ്ട്. ഇത് രണ്ടും ബാഹ്യമായി നോക്കുകയാണെങ്കിൽ ഒരേപോലെ തോന്നുമെങ്കിലും ഒരു ഹറക്കത്ത് മാറിയത് കൊണ്ട് എന്തായി? അർത്ഥം മാറി. ഇപ്പോൾ ഖുർആൻ പറയുന്നു ഫവഖഅൽ ഹഖ്ഖു വബതല മാ കാനൂ യഅമലൂൻ. അതായത് മൂസാ നബി അലൈഹി ഇസ്ലാമിനെതിരെ മന്ത്രവാദികൾ അവിടെ സിഹർ പ്രയോഗിച്ചപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ ഹക്ക് കൊണ്ട്, മുഅ്ജിസത്ത് കൊണ്ട് അവർ ചെയ്തൊക്കെ എന്തായി? ബാത്തിലായി മാറി. ഫവഖഅൽ ഹഖ്ഖു, ഹക്ക് സംഭവിച്ചു. വബതല മാ കാനൂ യഅമലൂൻ. അപ്പോൾ ബതല എന്നത് ശരിക്ക് ബാത്തിലായി, മിഥ്യയായി. ബാത്തുല എന്നത് ശരിക്ക് താക്ക് ദമ്മു ഉണ്ടായാൽ അതിൻ്റെ അർത്ഥം എന്തായി? ഒരാൾ ധീരനായി, ചാമ്പ്യനായി. ഒരു മത്സരത്തിൽ പങ്കെടുത്ത് ചാമ്പ്യൻഷിപ്പ് നേടിയ ചാമ്പ്യൻക്ക് എന്താ പറയുക? ബത്തുല ഐ സാറ ബത്തലൻ. ഒരു ഹറക്കത്ത് മാറിയാൽ അർത്ഥം എന്തായി? ഒന്ന് മിഥ്യ അല്ലെങ്കിൽ ബാത്തിലായി, ഒന്ന് ഒരാൾക്ക് നല്ല കരുത്തുള്ള ധീരനായ ഒരാളായി മാറി. അർത്ഥം നോക്കൂ നിങ്ങൾ, ഒരു ഹറക്കത്താണ് വ്യത്യാസം, ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പം ശരിക്ക് അറബി ഭാഷയുടെ ശരിക്ക് അജ്ഞത കാരണം പല അറബി പ്രഭാഷകന്മാർക്ക് പോലും എത്രയോ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ നിഘണ്ടുമായി ശരിക്ക് നല്ലൊരു ബന്ധം വേണം. അറബികൾ എങ്ങനെയാണ് ഉച്ചരിച്ചത് അപ്രകാരം തന്നെ നാം ഉച്ചരിക്കേണ്ടതാണ്. അതാണ് അതിന് ചുരുക്കം. ശരി, ഇസ്നാദുഹു വലം യശുദ്ദ. മുഖ്താറുസ് സിഹാഹ് എന്ന നിഘണ്ടു ഞാൻ പേര് പറഞ്ഞല്ലോ. മുഖ്താറുസ് സിഹാഹിൽ പറയുന്നു ശദ്ദ അൻഹു എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഐ ഇൻഫറദ അനിൽ ജുംഹൂരി വനദർ. അതായത് ബഹുഭൂരിഭാഗം അഥവാ ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കുന്നതിനാണ് ശദ്ദ എന്ന വാക്കിൻ്റെ അർത്ഥം ഭാഷയിൽ. മനസ്സിലായില്ലേ? യശുദ്ദു ബിദ്ദമ്മി വൽ കസ്ർ. നോക്കൂ, നിങ്ങൾ നിഘണ്ടുവിൽ പറയാണ് യശുദ്ദു. ഞാൻ ചില അങ്ങനെ ഫവായിദുകൾ നിഘണ്ടുകളിൽ നിന്ന് മറ്റുള്ള കിതാബുകളിൽ നിന്ന് കൊണ്ടുവരും. എല്ലാം ഇവിടെ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ പലതും കേട്ട് മനസ്സിലാക്കുക. അതാണ് യശുദ്ദു ബിദ്ദമ്മി വൽ കസ്ർ. യശി എന്നും വായിക്കാം, യശു എന്നും വായിക്കാം. യശുദ്ദു, യശിദ്ദു രണ്ടും ശരിയാണ്. അതുകൊണ്ട് ചില ബൈഖൂനിയുടെ നുസ്ഖകളിൽ വലം യശിദ്ദ എന്നും കാണാൻ പറ്റും. വലം യശുദ്ദ ഔ യുഅൽ. അപ്പം ഷാദ്ദാകാൻ പാടില്ല. എന്താ അതിൻ്റെ അർത്ഥം? അതായത് സഹീഹായ കൂടുതൽ ഫിഖത്തുള്ള വിശ്വാസയോഗ്യതയുള്ള റാവിമാർക്ക് വിരുദ്ധമായ റിപ്പോർട്ടിനാണെന്ന് പറയുക ഷാദ് എന്ന് പറയുക. അതായത് അയാൾ സ്വയം നല്ല ആളായിരിക്കും അഥവാ വിശ്വാസയോഗ്യനായിരിക്കും, പക്ഷെ അയാളെക്കാളും കൂടുതൽ വിശ്വാസയോഗ്യതയുള്ള റാവിമാർക്ക് എതിരെ ഉദ്ധരിക്കുന്ന റിവായത്തിൽ എന്ത് പറയാം? ഷാദ്. ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്.
അതേപോലെ ഔ യുഅൽ, ന്യൂനതകൾ ഇല്ലാത്ത എന്തായിരിക്കണം, പരമ്പരയായിരിക്കണം. അപ്പോൾ സഹീഹാകണമെങ്കിൽ എന്താണ് ഒന്നാമത് നിബന്ധന, അതായത് കണ്ണിമുറിയാതെ പരസ്പരം ചേർന്ന് നിൽക്കുന്ന റാവിമാരുള്ള പരമ്പരയായിരിക്കണം. നാം വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. അതേപോലെ ഷാദാകാൻ പാടില്ല. എന്താ അർത്ഥം? കൂടുതൽ വിശ്വാസ യോഗ്യതയുള്ള റിപ്പോർട്ടിന് വിരുദ്ധമായ റിപ്പോർട്ടുകൾക്ക് എന്ത് പറയും? ഷാദ് എന്ന് പറയും. ഔ യുഅൽ, ന്യൂനതകൾ ഉണ്ടാകാൻ പാടില്ല. അതായത് സൂക്ഷ്മമായ ന്യൂനതകളുള്ള, നമുക്ക് ബാഹ്യമായി നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് എന്തായിരിക്കും? സഹീഹായ പരമ്പരയായിരിക്കും. പക്ഷെ വളരെ സൂക്ഷ്മമായ പ്രഗത്ഭരായ ഹദീസ് പണ്ഡിതന്മാർക്ക് മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന ന്യൂനതകളുണ്ട്. അതാണ് അൽ ഇല്ലത്തുൽ ഖഫിയ്യ എന്ന് പറയും. അപ്പോൾ അങ്ങനെയില്ലാത്ത പരമ്പരക്ക് എന്ത് പറയും? സഹീഹ് എന്ന് പറയും. ഇനി നമുക്ക് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കല്ലേ? 10 മിനിറ്റ് സമയമുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് പോകാം. അവ്വലുഹ സഹീഹു, എല്ലാവരും വായിക്കുക എൻ്റെ കൂടെ. അവ്വലുഹ സഹീഹു വഹുവ മത്തസൽ ഇസ്നാദുഹു വലം യശുദ്ദ ഔ യുഅൽ യർവീഹി അദ്ലുൻ ضابط عن مثله معتمد في ضبطه ونقله. അപ്പോൾ ആദ്യത്തെ ഇനം എന്താകുന്നു? സഹീഹാകുന്നു. വഹുവ മത്തസൽ, മുത്തസിലായ ഇസ്നാദ് ഉള്ള എന്ന് പറഞ്ഞാൽ കണ്ണിമുറിയാത്ത, പരസ്പരം ചേർന്ന് നിൽക്കുന്ന, വലം യശുദ്ദ, ഷാദല്ലാത്ത ഇസ്നാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടുതൽ വിശ്വാസ യോഗ്യരായ റാവിമാർക്ക് വിരുദ്ധമായി വന്നതിനാണ് എന്ത് പറയാം? ഷാദ് എന്ന് പറയാം. ഔ യുഅൽ, അല്ലെങ്കിൽ എന്ത് പാടില്ല? ന്യൂനതകൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ന്യൂനതകളോ ശുദൂദോ ഇല്ലാത്ത മുത്തസിലായ പരമ്പരക്കാണ് എന്ത് പറയാ? സഹീഹ് എന്ന് പറയാ. യർവീഹി, ഈ പരമ്പര ഉദ്ധരിക്കുന്ന ആളുടെ സവിശേഷത എന്താണ്? അദ്ലുൻ, റാവി അതിലായിരിക്കണം, അദാലത്തുള്ള വിശ്വാസയോഗ്യനായ റാവി ആയിരിക്കണം. അതിൽ 1. 2, ളാബിത്തുൻ ആയിരിക്കണം. എന്ത് ളാബിത്തുനാൽ? അത് പഠിച്ച ഹദീസ് കൃത്യമായി മനഃപ്പാടമാക്കിയ, രേഖപ്പെടുത്തുന്ന ആൾക്കാണെന്ന് പറയാ ളാബിത്ത് എന്ന് പറയാം. അപ്പോൾ ഹദീസ് ഇപ്പം നല്ല എന്താണ്? വിശ്വാസയോഗ്യനാണ്, വളരെ മാന്യനാണ്. പക്ഷെ ഹദീസ് മനഃപ്പാടമാക്കുന്ന വിഷയത്തിൽ ദുർബലനാണെന്ന് വിചാരിക്കുക. അയാൾ ഹദീസ് സ്വീകരിക്കാൻ പറ്റുമോ? സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്നെന്താണ്? കണ്ടീഷൻ എന്താണ്? അതിലായിരിക്കണം. അഥവാ ഈ ഹദീസ്, സഹീഹായ ഹദീസ് ഉദ്ധരിക്കുന്ന റാവിയുടെ എന്താണ്? നിബന്ധനകളാണ്. 1, അതിലായിരിക്കണം, വിശ്വാസയോഗ്യനായിരിക്കണം, അദാലത്തുള്ള ആളായിരിക്കണം. 2, എന്താണ്? ളാബിത്തായിരിക്കണം. ഉണ്ടല്ലോ ഷെയ്ഖ് പറയുന്നത്, ളാബിത്തുൻ എന്താണ്? ബബത്തുള്ള ആളായിരിക്കണം, പഠിച്ച ഹദീസ് കൃത്യമായി പെർഫെക്റ്റായി പഠിച്ച ആളായിരിക്കണം. അതേപോലെ അദ്ദേഹം ഹദീസ് രേഖപ്പെടുത്തുന്ന ആളാണെങ്കിൽ രേഖപ്പെടുത്തുന്ന ഹദീസ് എന്താണ്? അതിലും എന്ത് പാടില്ല? തെറ്റായ കാര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അൻ മിസ്ലിഹി, അയാളെപ്പോലെയുള്ള റാവി ആയിരിക്കണം. അയാൾ ഉദ്ധരിക്കുന്ന ഷെയ്ഖ് അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പം എല്ലാ റാവിമാരും പരമ്പരയുള്ള ആരായിരിക്കണം? അതിലായിരിക്കണം. അതേപോലെ ളാബിത്തായിരിക്കണം. മുഅ്തമദുൻ ഫീ ളബ്തിഹി വനഖ്ലിഹി, അദ്ദേഹത്തിൻ്റെ ഹദീസ് മനഃപ്പാടമാക്കുന്ന കാര്യത്തിലും ളബ്തിലും അദ്ദേഹം ഹദീസ് ഉദ്ധരിക്കുന്ന കാര്യത്തിലൊക്കെ അദ്ദേഹം അവലംബനീയനായിരിക്കണം. അദ്ദേഹം അവലംബിക്കപ്പെടുന്ന, പണ്ഡിതന്മാരെ അവലംബിച്ച റാവിയായിരിക്കണം. ഷെയ്ഖിന് വിശദീകരണം പെട്ടെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ അവസാനത്തെ വിഷയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സഹീഹ്, സഹീഹായ ഹദീസിൻ്റെ അർത്ഥം എന്താണ് സഹോദരന്മാരെ? നോക്കൂ നിങ്ങൾ. ഹുവൽ ഹദീസുല്ലദീ, സഹീഹായ ഹദീസിൻ്റെ ശരിയായ നിർവചനമാണിത്. എന്താണ്? ഹുവൽ ഹദീസുല്ലദീ ഇത്തസല സനദുഹു. നാം കൂട്ടി വായിക്കുമ്പോൾ ഹുവൽ ഹദീസുല്ലദീ ഇത്തസല സനദുഹു ബിനഖ്ലിൽ അദ്ലി ദ്വാബിതി അൻ മിസ്ലിഹി ഇലാ മുൻതഹാഹു മിൻ ഗൈരി ശുദൂദിൻ വലാ ഇല്ലത്തിൻ. അതായത് സനദ് മുത്തസിലായി വന്ന് കണ്ണിമുറിയാത്ത ഹദീസായിരിക്കും, സനദുള്ള ഹദീസാകുന്നു ഏത്? സഹീഹായ ഹദീസ്. അല്ലദീ ഇത്തസല സനദുഹു ബിനഖ്ലിൽ അദ്ലി ദ്വാബിതി, ആരുടെ റിവായത്ത് പ്രകാരമുള്ള പരമ്പരയാകണം? അൽ അദിൽ, എന്താണ്? വിശ്വാസയോഗ്യനായ. അദ്വാബിത്ത്,
ശരിക്കും കൃത്യമായി മനഃപ്പാടമാക്കിയ ആൾ. അൻ മിസ്ലിഹി, അയാളെ പോലെയുള്ള റാവിയിൽ നിന്ന് ഉദ്ധരിച്ച റാവി. അപ്പോൾ അയാളും അയാളുടെ ഷെയ്ഖും എന്തായിരിക്കണം? ഇതേപോലെ വിശ്വാസയോഗ്യരും അതേപോലെ ശരിക്കും ബബുത്തുള്ള ഹെഫ്ദുള്ള റാവിമാരായിരിക്കണം. ഇല മുൻതഹാഹു, എന്തതിനർത്ഥം? ഹദീസ് പരമ്പരയുടെ അറ്റം വരെ, അതിൻ്റെ അവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കണം. ഒരു പരമ്പരയിൽ 6 റാവിമാരെന്ന് പറയാം. 5 റാവിമാർ ഉഷാറാണ്, ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിലും അതേപോലെ വിശ്വാസ യോഗ്യതയുടെ വിഷയത്തിലും എന്താണ് ഉഷാറാണ്. പക്ഷെ ഒരു റാവി മാത്രം, 6ാമത്തെ റാവി ദഈഫാണെന്ന് വിചാരിക്കുക. ആ ഹദീസിൻ്റെ കോലം എന്താണ്? ദഈഫാണ്. അത്രക്കും സൂക്ഷ്മമായി നമ്മൾ ഒരു ഹദീസ് സഹീഹ് എന്ന് പറയുമ്പോൾ നിസ്സാരമല്ല. അപ്പോൾ എന്താണ് നമ്മുടെ പ്രമാണം എന്ന് പറഞ്ഞാൽ അത്രക്കും ഭദ്രമായ ഒരു വിഷയമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദീൻ സംരക്ഷിച്ചിട്ടുണ്ടെന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഹദീസിൻ്റെ പരമ്പര പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും സുബ്ഹാനല്ലാഹ്, വളരെ അതായത് നമ്മുടെ സാധാരണ ഭൗതികമായ വിഷയങ്ങളിൽ ഇത്ര നമ്മൾ കണിശത പുലർത്താറില്ല. പക്ഷെ ദീൻ്റെ വിഷയമായതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു മഹാപണ്ഡിതൻ, ഒരു ഉദാഹരണം പറയാം, അബ്ദുല്ലാഹി ഇബ്നു ലഹിയ എന്ന റാവി, അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു, വലിയ ഖാദിയായിരുന്നു, കർമ്മശാസ്ത്ര വിഷയത്തിൽ വലിയ പാണ്ഡിത്യമുള്ള പണ്ഡിത മഹാനായിരുന്നു. പക്ഷേ സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ മക്തബ ലൈബ്രറി കത്തിപ്പോയി. അദ്ദേഹം കുറിച്ചു വെച്ച ഹദീസുകളൊക്കെ കോപ്പികൾ നഷ്ടമായി. അദ്ദേഹം മനഃപ്പാടമാക്കുന്ന വിഷയത്തിൽ ദുർബലനായി. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് റിവായത്ത് പിന്നീട് എന്തായി മാറി? ദഈഫായി മാറി. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, ഫീഹി, ഈ ഹദീസിൻ്റെ പരമ്പരയിൽ ഇബ്നു ലഹിയ ഉണ്ട്, അതുകൊണ്ട് ഹദീസ് ദഈഫായി. അപ്പം അയാളെന്താണ്? അയാൾ പണ്ഡിതനല്ലേ, അയാൾ മഹാനായിരുന്നല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹദീസ് മനഃപ്പാടമാക്കുന്ന വിഷയത്തിൽ കണിശമായ നിലപാട് സ്വീകരിച്ച പണ്ഡിതന്മാരാണ് ഹദീസ് പണ്ഡിതന്മാർ. അതുകൊണ്ട് ലൗലൽ ഇസ്നാദ്, ഇസ്നാദ് ഇല്ലായിരുന്നുവെങ്കിൽ ലഖാല മൻ ശാഅ മാ ശാ, അതായത് തോന്നിയവർക്ക് തോന്നിയത് പറയാമായിരുന്നു. പക്ഷെ അതിൻ്റെ വാതിൽ കവാടം ശരിക്ക് പണ്ഡിതന്മാർ കുട്ടിയടച്ചു. അൻ മിസ്ലിഹി ഇലാ മുൻതഹാഹു, പരമ്പരയുടെ അവസാനം വരെ അങ്ങനെ തന്നെ ആയിരിക്കണം. മിൻ ഗൈരി ശുദൂദിൻ വലാ ഇല്ലത്തിൻ, ശുദൂദ് ഉണ്ടാകാൻ പാടില്ല, ഇല്ലത്ത് ഉണ്ടാകാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നാം ഹദീസ് സഹീഹായ ഹദീസ് പഠിച്ചു, നിർവചനം പഠിച്ചു. അതിൻ്റെ ഒരു പ്രാക്ടിക്കലാണ് ശരിക്ക് അടുത്ത ക്ലാസ് നാം തുടങ്ങുന്നത്. അതായത് പരമ്പര ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ബുഖാരിയുടെ സഹീഹിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഒരു പരമ്പര സഹിതമുള്ള ഒരു ഹദീസ് നാം അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കും. ഓരോ റാവിയെയും വിശദീകരിക്കും. എങ്ങനെയാണ് ഹദീസ് സഹീഹായത് നാം പഠിക്കണം. അതേപോലെ എന്താണ് ഇപ്പോൾ ശുദൂദ്? ഉദാഹരണം, ശുദൂദിൻ്റെ അർത്ഥം നാം പഠിച്ചു അല്ലേ? ശുദൂദിൻ്റെ അർത്ഥം മാത്രം പഠിച്ചാൽ പോരാ, ഉദാഹരണം നാം പഠിക്കണം. ഒരു ഉദാഹരണം ഞാൻ അവസാനത്തെ 1 മിനിറ്റിൽ മാത്രം പറഞ്ഞ് നിർത്തുകയാണ്. ഇദൻതസഫ ശഅബാനു ഫലാ തസൂമു, ശഅബാൻ 15 കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പെടുക്കരുത്. ഒരു ഹദീസുണ്ട്, ഇമാം അബൂ ദാവൂദ്, തിർമിദി, ഇബ്നു മാജ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പല പണ്ഡിതന്മാരും സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതൊരു റിവായത്ത് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാന റസൂലുള്ളാഹി യസൂമു ശഅബാന കുല്ലഹു ഇല്ലാ ഖലീല, അതായത് ശഅബാൻ ബഹുഭൂരിഭാഗവും, ശഅബാൻ മുഴുവനും കുറഞ്ഞ ദിവസങ്ങൾ ഒഴികെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തിട്ടുണ്ട് എന്ന്. അപ്പോൾ എന്ത് വന്നു? ബാഹ്യമായി ഒരു പരസ്പരം വൈരുദ്ധ്യം തോന്നിപ്പിക്കുമാർ വന്നിട്ടുണ്ട്. പല പണ്ഡിതന്മാരും ഇവിടെ സ്വീകരിച്ച നിലപാട്, അബൂദാവൂദ് തിർമിദിയും റിപ്പോർട്ട് ചെയ്ത 15 കഴിഞ്ഞാൽ നോമ്പ് നോക്കരുത് എന്നത് ശരിക്ക് അത് ഷാദാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അത് ഗൈറു മഹ്ഫൂദ് അഥവാ ഷാദാണ് എന്ന് പറഞ്ഞതായി ഇമാം ഇബ്നു ഖുദാമ രേഖപ്പെടുത്തിയിരുന്നു മുഗ്നി എന്ന കിതാബിൽ. അപ്പോൾ എന്താണ്? ബാഹ്യമായി നോക്കുമ്പോൾ എന്താണ്? സഹീഹാണ്. ഷെയ്ഖ് അൽബാനി സഹീഹാക്കിയിട്ടുണ്ട്. ഏത്? ശഅബാൻ 15 നോമ്പെടുക്കരുത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ വിശ്വാസയോഗ്യമായ പരമ്പരകളിലൂടെ വന്ന റിപ്പോർട്ടുകൾക്ക് വിരുദ്ധമായി വന്നപ്പോൾ എന്ത് ഷാദായി? 15 ആയിക്കഴിഞ്ഞാൽ നോമ്പെടുക്കുന്ന ഹദീസ് ബാഹ്യമായത് സഹീഹാണെങ്കിലും കൂടുതൽ വിശ്വാസയോഗ്യരായ റാവിമാർക്ക് വിരുദ്ധമായി ഇത് വന്നു. ഒരു ഉദാഹരണം സന്ദർഭമായി പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് ഇതിൻ്റെ വിശദീകരണം
വരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ. നാഫിയായ ഇൽമ് പഠിക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين وصلى الله وسلم على نبينا ورسولنا محمد وعلى آله وصحبه أجمعين. والسلام عليكم ورحمة الله وبركاته.